പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുത്തു. അദ്ദേഹം 251-ാമത്തെ വീടിന് താക്കോല് കൊടുക്കുന്ന ചടങ്ങിൽ വെച്ച് നാട്ടുകാർ അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ ഒരു ജീവചരിത്രം ഒരാൾ എഴുതി. ഈ ചടങ്ങിന് വേണ്ടി അവരെന്നെ വിളിച്ചു. കർണാടക സംസ്ഥാനവും കേരളവും തമ്മിൽ കൈകോർത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഞാൻ അവിടെ പോയി. ഞാൻ ആ മനുഷ്യനെ കണ്ടു. 251-ാമത്തെ വീട് അദ്ദേഹം ഏൽപ്പിച്ചു കൊടുത്തു താക്കോൽ. അദ്ദേഹത്തിന്റെ ജീവചരിത്ര പുസ്തകം ഞാൻ പ്രകാശനം ചെയ്തു. അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന നിമിഷങ്ങൾ ഞാൻ മറക്കുകയില്ല. സായിറാം ഭട്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സായിറാം ഭട്ട് ഒരു മുതലാളിയല്ല. ഒരു ദിവസം രാത്രി ഉറങ്ങിക്കിടക്കുമ്പോ ഒരു മനുഷ്യൻ വന്ന് അദ്ദേഹത്തിന്റെ വാതിലിൽ മുട്ടി. പോരെ ചോർന്നൊലിക്കുകയാണ്. നന്നായി മഴ പെയ്തിരിക്കുന്നു. സ്വാമി സ്വാമി എന്നാണ് ആളുകൾ അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹം സ്വാമിയൊന്നുമല്ല, ബഹുമാനം കൊണ്ടും സ്വാമി എന്ന് വിളിക്കും. സ്വാമി എന്ന് പറഞ്ഞാൽ ഒരാദര വാക്കാണ്. സ്വാമി പൊര ചോർന്നൊലിക്കുന്നു, കഴുങ്ങിന്റെ കഷ്ണം തരുമോ, 2 ഓലയും തരുമോ? അദ്ദേഹം കഴുങ്ങിന്റെ കഷ്ണം ഓലയല്ല കൊടുത്തത്. വീടിന്റെ അകത്ത് പോയിട്ട് ഒരു പണക്കിഴി കൊണ്ടുവന്നിട്ട് കയ്യിലേൽപ്പിച്ചു. 61,000 രൂപ കാശിക്ക് പോകാൻ ഞാൻ കരുതി വെച്ച പൈസയാണ്, ഇത് കൊണ്ടുപോയിട്ട് വീട് വെക്കൂ. പിന്നെ കുറേശ്ശെ കൊടുത്തു, പിന്നെ കുറേശ്ശെ കൊടുത്തു. 250 വീട് കെട്ടി. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിരുന്നു. അടുത്ത കാലത്താണ് അദ്ദേഹം നിര്യാണം പ്രാപിച്ചത്. അങ്ങനെ ജീവിതത്തിൽ അങ്ങനെയുള്ള മനുഷ്യന്മാരെ കണ്ടുമുട്ടുന്നത് തന്നെ ഒരു നന്മയാണ്. എന്തെങ്കിലും ഒന്നിൽ വിശ്വസിക്കൂ. ഒന്നിലും വിശ്വസിക്കാത്തവനെ പേടിക്കൂ. ഒന്നിലും വിശ്വസിക്കാത്തവനെ ഭയപ്പെടൂ. ദൈവത്തിൽ വിശ്വാസമില്ല, മൂല്യങ്ങളിൽ വിശ്വാസമില്ല, സ്വന്തം അച്ഛനിൽ വിശ്വാസമില്ല, അമ്മയിൽ വിശ്വാസമില്ല, മനുഷ്യനിൽ വിശ്വാസമില്ല, അവരെ പേടിക്കൂ. അതുകൊണ്ട് 50 കൊല്ലം മുമ്പ് രൂപീകരിക്കപ്പെട്ട ഈ സംഘടന, ഈ 50 കൊല്ലത്തിലിടക്ക് പല തവണ ഈ നാട്ടിൽ വന്ന ഒരാളാണ് ഞാൻ. ഈ കക്കൗ റിലീഫ്